അച്ചടക്ക ലംഘനം നടത്തി സാന്ദ്ര തോമസ് പുറത്ത്. എന്ത് അച്ചടക്ക ലംഘനമാണ് ഞാൻ നടത്തിയത്? പ്രധാനമായിട്ടും ഷൈനികത്തിനോടുള്ള ഹെയ്റ്റ് ഒരു പ്രഖ്യാപിത വിലക്ക് ഒരു സമയത്തുണ്ടായിരുന്നു. അസോസിയേഷൻ എല്ലാരെയും കൂടെ മുന്നിൽ നിർത്തി കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞൊരു സമയം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അപ്രഖ്യാപിത വിലക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ സഹായിച്ചു എന്ന് പറയുന്നത് സുരേഷേട്ടൻ മാത്രമാണ്. സത്യത്തിൽ സുരേഷേട്ടൻ എനിക്ക് എന്നോട് എന്താണെന്ന് അന്വേഷിച്ചിട്ട് PVR വിളിച്ചു പറഞ്ഞു, 1-2 തിയേറ്റേഴ്സിലെല്ലാം വിളിച്ചു പറഞ്ഞു. ഒരു നിർമ്മാതാവ് തന്നെ ആ സെറ്റിലെ പല സ്ത്രീകളെയും കയറി പിടിച്ചു. ക്യാമറ ഈ സൈഡിൽ സജഷൻ ക്യാമറ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ കൂടെ കയറി പിടിക്കുന്നതൊക്കെ ഉണ്ട്. പല കാര്യങ്ങളിലുണ്ട്, അനങ്ങാൻ പറ്റില്ല. ബിക്കോസ് ക്യാമറ ഓൺ ആണ്. റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസോസിയേഷന്റെ ബൈലോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നടപടി, ഒരു കാര്യങ്ങളും ഒരു അച്ചടക്ക ലംഘനവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെന്നെ പുറത്താക്കിയേക്കുന്നത്? ഞാൻ സുരേഷ് ഏട്ടനോട് ചോദിച്ചു, സുരേഷ് ഏട്ടാ, ഞങ്ങളെയൊക്കെ എഴുന്നള്ളിച്ചോണ്ട് പോകാം എന്ന് പറയാൻ നിങ്ങൾ ആരെങ്കിലും എഴുന്നള്ളിച്ചോണ്ട് വന്ന് സിനിമ ചെയ്തവരാണോ ഞങ്ങൾ? നിങ്ങൾ ചെയ്തതും സിനിമ, ഞങ്ങൾ ചെയ്തതും സിനിമ. പിന്നെ ഞങ്ങൾ ഇൻകോമ്പിറ്റന്റ് ആണെന്നാണോ സുരേഷ് ഏട്ടൻ ഉദ്ദേശിച്ചത്? ഞങ്ങളെ പേടിച്ചിട്ടാണോ നീ ഹൈനക്ക് ചുരിദാറിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് പറയുമ്പോൾ എനിക്ക് സിനിമയ്ക്ക് അപ്പുറത്ത് ഫ്രണ്ട്ഷിപ്പുകളില്ല. എനിക്ക് ഈ സിനിമയിലുള്ളവർ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾ. എൻ്റെ ചേട്ടന്മാരെ പോലെ കണ്ടിരുന്ന ആൾക്കാരാണ്. അവരിൽ നിന്നാണ് എനിക്ക് ദുരനുഭവം ഉണ്ടായത്. എവിടെയാണ്, എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അഡ്രസ് ചെയ്തത്? അവർ ചെയ്തിട്ടില്ല. അവർ ഇതുവരേക്കും ചെയ്തിട്ടില്ല. അതിന് എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാമെന്നുള്ളത് അവർ ഇതുവരെയും ഒരു കാര്യം പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു വനിതാ നിർമ്മാതാവിനെ മറ്റു നിർമ്മാതാക്കൾ കാണുന്ന രീതിയാണിത്. നമ്മളിവിടെ സിനിമ ചെയ്യുന്ന, നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കളാണ്. ഞാൻ പറയില്ല, എൻ്റെ ജീവന് പോലും ആപത്താണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. കാര്യം അത്രയും പ്രബലന്മാർക്ക് അഗേൻസ്റ്റ് ആണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. കാര്യം ഇവരെല്ലാം ഇത്രയും പേര് ഇങ്ങനെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ഇവിടെ വന്ന് സിനിമ ചെയ്യുന്നത്? സാന്ദ്ര തോമസ് അവരുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കലുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണത്തിലേക്ക്, ഒരു അഭിമുഖത്തിലേക്ക് കടക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഈ ആ ഒരു നയമുണ്ടല്ലോ, പ്രതികരിച്ചാൽ ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ ഉടനെ അവരെ ഇതിൽ നിന്ന് പുറത്താക്കുക, അത് തന്നെയല്ല പിന്നെ ആവർത്തിക്കുന്നത്? അതെ, അതൊരു ഭയങ്കര ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണല്ലോ. ആർക്കും ഇവിടെ സംസാരിക്കാൻ, ഞങ്ങൾക്ക് നേരെ കൈ ചൂണ്ടാൻ ആർക്കും അവകാശമില്ല എന്ന് പറയലാണല്ലോ അത്. അതിൻ്റെ മേലിൽ അടിവര ഇടുന്നതാണ് ഒരു പോലീസ് അന്വേഷണത്തിലിരിക്കുന്ന കേസ് ഇരിക്കുമ്പോൾ പോലും പരാതിക്കാരിയായ എന്നെ അവരവിടുന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആരെയും ഭയമില്ല എന്ന് അവർ പറയുന്നതിന് തുല്യമല്ലേ? ഇപ്പൊ തന്നെ അവർ പലരോടും വിളിച്ചു പറയുന്നത് ഇതിന്റെ പേരിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും ഞങ്ങൾ അങ്ങ് സഹിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഞാൻ വ്യാജ പരാതിയാണ് കൊടുക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് അവർക്ക് എന്ത് പറയാനായിട്ടാണ് പറ്റുന്നത്? എൻ്റെ പരാതി വ്യാജവുമല്ല, എൻ്റെ കാര്യങ്ങൾ നടന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോലീസിലേക്ക് പരാതിയുമായി പോയത്. അതിൽ ബോധ്യപ്പെട്ടിട്ടാണ് അവർ FIR രജിസ്റ്റർ ചെയ്തത് പോലും. സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ള വളരെ സ്പഷ്ടമായിട്ടുള്ള കുറച്ച് ഏരിയകൾ സാന്ദ്ര കൊടുത്തിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, ഞങ്ങളെ പേടിച്ചിട്ടാണോ നീ ഹൈനക്ക് ചുരിദാറിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് പറയുമ്പോൾ അത് ഏത് പ്രൊഡ്യൂസറാണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ ആ കൂട്ടത്തിലുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് പറയുന്നത്. സന്ദീപ് സേനൻ അങ്ങനെ പറയുക എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലേ? ഒരു ആൺ കൂട്ടം ഇരുന്ന ഒരു സ്ത്രീയോട് പറയുകയാണ് നീ മൊത്തം മറച്ചു നിർത്തിട്ട് ഞങ്ങളെ പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നത്. അത് സന്ദീപ് പറയാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്, അതിനു മുമ്പ് എനിക്ക് അവിടെ നിന്നുണ്ടായ ദുരനുഭവത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നീട് ഞാൻ ഈ ജനറൽ ബോഡിക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചുരിദാറിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു കമന്റ് പറയാനുള്ള സാഹചര്യം ഇതാണ്. അതായത് അതിനു മുമ്പുണ്ടായ, അതായത് ഞാൻ ഇപ്പൊ കേസിലിരിക്കുന്ന ഇൻസിഡന്റ് ഉണ്ടായ ദിവസം എനിക്കുണ്ടായ ദുരനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് അങ്ങനെ പറഞ്ഞത്. ബിക്കോസ് അവിടെ സ്ത്രീകൾ വളരെ കുറവാണ്, സ്ത്രീകളില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ. അപ്പം ഞാൻ അവരോട്, ഇപ്പം നമ്മൾ സ്ത്രീകളുടെ എല്ലാം ഒരു കമ്മിറ്റി കൂടിയപ്പോഴും നമ്മൾ അവരോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ കമ്മിറ്റികളിലെല്ലാം സ്ത്രീകൾ വരണം. സ്ത്രീകൾ വന്നാലേ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇങ്ങനൊരു സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു പുരുഷൻ അറിയേണ്ടത് ആരാ ചെയ്തത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ആര് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഇവർക്ക് എന്ത് അനുഭവിച്ചു എന്നുള്ളത് അവർക്ക് അറിയണ്ട. അവരെ സംബന്ധിച്ചോളം ആര് ചെയ്തു, എന്നിട്ട് അയാളെ കാണുമ്പോൾ ഒന്ന് കളിയാക്കുന്നതിനേക്കപ്പുറം ഒന്നും പോകുന്നില്ല, ഒന്നും നടക്കുന്നതുമില്ല. അപ്പം പിന്നെ എൻ്റെ ഇൻസിഡന്റിനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, ലൈംഗിക ചുവയോട് സംസാരിച്ചു എന്നൊക്കെ പറയും. ഇതിനകത്തൊക്കെ എന്തിരിക്കും, നമ്മൾ സാധാരണ പറയുന്നതല്ലേ എന്ന് മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷേ എവിടെയാണ് വ്യത്യസ്തമാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആട്ടം എന്ന് പറഞ്ഞ സിനിമ കണ്ടതാണോ? ആ സിനിമയിൽ ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് പറയും. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, നമ്മൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാരിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോഴാണ് ആ ദുരനുഭവം ഉണ്ടായെന്ന് അവര് തിരിച്ചറിയുകയും
ആ തിരിച്ചറിഞ്ഞതിന് ശേഷവും ആ സ്ത്രീക്കൊപ്പം നിൽക്കാതെ അവരുടെ ലാഭത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ആ സ്ത്രീക്ക് മാനസികാഘാതം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. എനിക്ക് മുമ്പേ വന്നൊരു സിനിമയായി പോയി അത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നാഷണൽ അവാർഡ് കിട്ടിയൊരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയ്ക്കകത്തൊരു സ്ത്രീക്ക് അത് സംഭവിക്കുമ്പോൾ എല്ലാവരും അതിന് ആ സ്ത്രീക്കൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് റിയൽ ലൈഫിൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മുടെ ഒപ്പം നിൽക്കേണ്ട. ഞാൻ 15 വർഷമായി ഇൻഡസ്ട്രിയിൽ. എനിക്ക് സിനിമയ്ക്ക് അപ്പുറത്ത് ഫ്രണ്ട്ഷിപ്പുകളില്ല. എനിക്ക് ഈ സിനിമയിലുള്ളവർ ഇവരൊക്കെ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഇവരെന്നെ എൻ്റെ ചേട്ടന്മാരെ പോലെ കണ്ടിരുന്ന ആൾക്കാരാണ്. അവരിൽ നിന്നാണ് എനിക്ക് ദുരനുഭവം ഉണ്ടായത്. അത് പുറത്തുനിന്ന് ഒരാള് എന്നെ പറ്റിയോ അല്ലെ എൻ്റെ ഡ്രസ്സിനെ പറ്റിയോ അല്ലെ എന്നെ പറ്റിയോ ഒരു സെക്ഷൽ കമന്റ് പറയുന്നത് പോലെ അല്ല എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെ കുറിച്ച് പറയുന്നത്. അതെനിക്ക് മാനസികാഘാതം ഉണ്ടാക്കുന്നതാണ്. എനിക്കത് ഡിപ്രഷൻ ഉണ്ടാക്കി. ഞാൻ മെന്റൽ ട്രോമയിലേക്ക് പോയി. എനിക്ക് പാനിക് അറ്റാക്ക് വരെ ഉണ്ടായി. അതാണ് എൻ്റെ ബുദ്ധിമുട്ട്. എൻ്റെ വിഷമം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ കേൾക്കേണ്ടവർ തന്നെയാണ് നമുക്ക് എതിരെ നിന്നവർ, അല്ലെങ്കിൽ നമ്മളോട് ഈ ദുഷ്പ്രവൃത്തി ചെയ്തവർ. ഈ മെന്റൽ ട്രോമ എന്നുള്ളത് അവരൊരിക്കലും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് എന്നും കൂടി കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതെ. അതായത് എവിടെ വേണേലും പോയി പറഞ്ഞു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഇതൊക്കെ ഇവിടെ എത്ര നാളായിട്ട് നടക്കുന്നതാണ്, ഇതിവിടെ നടക്കുന്നതാണ്, ഇവിടെ ഞങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് പല രീതിയിൽ കൂടെ ഇവർ എന്നോട് പറഞ്ഞു. അറിയാലോ ഞങ്ങളുടെ ബലം എന്താണെന്നുള്ളത് പല രീതിയിൽ കൂടെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അത് ഭയപ്പെട്ട് പലപ്പോഴും ഞാൻ മുന്നോട്ട് പോണോ വേണ്ടേ. കാര്യം എന്നെ കയറി പിടിച്ചൊരു കേസല്ല ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എത്രത്തോളം ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കും ഉറപ്പില്ലായിരുന്നു. എനിക്കറിയില്ല ഇതിന്റെ സാധ്യതകളെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കംപ്ലൈന്റിന് പോയാൽ തന്നെയും ആളുകൾ എന്നെ മോശക്കാരിയായിട്ട് കാണും. ഉടനെ ഇവര് പല രീതിയിൽ അത് ഇപ്പൊ തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോളൂ. അപ്പൊ തന്നെ പല രീതിയിൽ ഇവർ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്നെ മോശക്കാരിയാക്കാൻ ശ്രമിക്കും. ഇതെല്ലാം വരും. അപ്പൊ ഇതിനെയൊക്കെ ഞാൻ അഭിമുഖീകരിക്കണം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഓർത്തു വേണ്ട, പ്രശ്നത്തിന് പോകണ്ട. പക്ഷേ അപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാൻ അവരോടെല്ലാം റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം. പല സ്ത്രീകൾക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആസ് പ്രൊഡ്യൂസേഴ്സ്, ആസ് എംപ്ലോയേഴ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളാണ് ചെയ്യേണ്ടത്. മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഇവരാണ്. അപ്പൊ അത് ചെയ്യണം. അത് ഞാൻ ഒരാൾ വിചാരിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റവും നടക്കില്ല. അത് ചെയ്യേണ്ടത് അവരാണ്. അപ്പൊ അത് മുന്നോട്ട് വരണം, അത് ചെയ്യണം, അതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ചോദ്യം ചെയ്യലിന് അവർ ഭയന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇപ്പോൾ പുറത്താക്കിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഡ്രസ്സ് ചെയ്തൊരു സമയമുണ്ട്. ആ അഡ്രസ്സ് ചെയ്തത് സ്ത്രീകൾ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുണ്ടായിരുന്ന സാന്ദ്ര തോമസ് അല്ലെങ്കിൽ ഷീലു എബ്രഹാം, സോഫി ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായിരുന്നു. അതെന്താണ് അത് അറിയിക്കാതിരുന്നത്? അതൊരു വലിയ ഉത്തരവാദിത്തം. എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അഡ്രസ് ചെയ്തത്? അവർ ചെയ്തിട്ടില്ല. അവർ ഇതുവരേക്കും ചെയ്തിട്ടില്ല. അതിന് എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാന്നുള്ളത് അവർ ഇതുവരെയും ഒരു കാര്യം പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഒന്നും എടുത്തിട്ടില്ല. അതിന്റെ കാരണം ഇപ്പൊ അവര് സ്ത്രീകളെല്ലാം കൂടെ വിളിച്ചു കൂട്ടിയ ഒരു കമ്മിറ്റി, അത് ഞാൻ പോയതാണ്. ഞാൻ പോയി, അതിനകത്ത് സോഫിയ പോൾ ഉണ്ടായിരുന്നില്ല. സിനിമ ചെയ്യുന്ന പല പ്രൊഡ്യൂസേഴ്സും അന്ന് ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-15 പേരോളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അന്നത്തെ മീറ്റിങ്ങിൽ. അന്ന് അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഇതിനു വേണ്ടി അതൊരു ശരിക്കും പറഞ്ഞാൽ അവരൊരു മിനിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വിളിച്ചു കൂട്ടിയ ഒരു കമ്മിറ്റിയാണത്. അവിടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. സെക്രട്ടറി പേരിന് വന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് അപ്പൊ തന്നെ, അതായത് ആ മിനിറ്റ്സിന്റെ ബുക്കിനകത്ത് സൈൻ ചെയ്ത് പുള്ളി പോവുകയും ചെയ്തു. അല്ലാതെ പുള്ളി ആ മീറ്റിങ്ങിനകത്ത് ഇരുന്നിട്ടേ ഇല്ല. പിന്നെ ഈ കുറച്ച് സ്ത്രീകളും അനിൽ തോമസും ലിസ്റ്റിൻ സ്റ്റീഫനും മാത്രമാണ് ആ കമ്മിറ്റിയിൽ ഇരുന്നത്. പിന്നെ കുറച്ചു നേരം സുരേഷ് ഏട്ടനും ഇരുന്നു. ഇത്രയും പേരാണ് ആ മീറ്റിങ്ങിനകത്ത് ഇരുന്നത്. അപ്പൊ അത് എന്നിട്ട് അനിൽ തോമസ് ഒരു കത്ത് വായിച്ചു കേൾപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് അയക്കാനുള്ള കത്താണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വായിച്ചു കേൾപ്പിച്ചതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ട് അല്ലാന്നും അത് ശരിയായ കാര്യമല്ലാന്നും അത് കംപ്ലീറ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ട് അങ്ങനൊരു കത്താണ് മുഖ്യമന്ത്രിക്ക് അയക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വായിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ അയക്കരുത്, അത് തെറ്റാണ്, ഇത് ചെയ്യരുത്, ഇതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ലെറ്ററാണ്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അനിലേട്ടൻ പറഞ്ഞു ഞങ്ങൾ ഇത് അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു.
പിന്നെ എന്തിനാണ് ഞങ്ങളെ അവിടെ വിളിച്ചു ഇരുത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായ സന്ദീപിൻ്റെ അടുത്തും ഷെർഗയുടെ അടുത്തും ഈ രണ്ടുപേരുടെയും വോയിസ് മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. രണ്ടുപേരുടെ അടുത്തും ഞാൻ ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ കമ്മിറ്റി ഇത് ഇങ്ങനൊരു ഇവർ പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചതെന്നാണ് പറയുന്നത്. ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായ ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ മീഡിയയിൽ കൂടെയാണ് ഇത് അറിഞ്ഞതെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഒരു കത്തേ കണ്ടിട്ടില്ല, ഞങ്ങൾ മീഡിയയിൽ കൂടെയാണ് ഇങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചത് അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താ അതിൻ്റെ അർത്ഥം? കുറച്ച് ഓഫീസ് ബെയറേഴ്സ് മാത്രം ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ പേഴ്സണൽ അജണ്ടയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഇപ്പം ഇവര് അന്ന് ഒരു മിനിറ്റ്സ് എന്താണ് അവിടെ സംഭവിച്ചതെന്നൊരു മിനിറ്റ്സ് നമ്മളെ എഴുതി കാണിച്ചിട്ടില്ല. എന്താണ് എഴുതിയേക്കുന്നത് അതിനകത്ത് എന്താണെന്ന് അറിയില്ല. നമ്മളെല്ലാവരും ആ അറ്റൻഡൻസ് ബുക്കിൽ സൈൻ ചെയ്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്താണ് മിനിറ്റ്സ് എഴുതിയേക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഇതാരാ ഈ മിനിറ്റ്സ് എഴുതുന്നത്? ശരിക്കും പറഞ്ഞ ഒരു കമ്മിറ്റി തീരുന്നതിന് മുമ്പ് അതിന്റെ മിനിറ്റ്സ് വായിച്ച് എല്ലാവരും ഒപ്പിടേണ്ടതെന്നാണ്. പക്ഷെ അങ്ങനെ പ്രൊസീജിയർ അങ്ങനെയാണ്. പക്ഷെ ഇത് നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ തരും, നമ്മൾ അതിൽ സൈൻ ചെയ്യും. ഈ മിനിറ്റ്സ് എഴുതി വെക്കുന്നത് എപ്പോഴെങ്കിലും കുറേ ദിവസങ്ങൾക്ക് ശേഷം അനിൽ തോമസിന് എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് അയാൾ വന്നിരുന്നുണ്ട് ആണ് ഈ മിനിറ്റ്സ് എഴുതുന്നത്. അപ്പം പുള്ളിക്ക് ഒരു വൺ സൈഡഡ് ആയിട്ട് പുള്ളിയുടെ രീതിക്ക് മാത്രമുള്ളൊരു മിനിറ്റ്സ് ആയിരിക്കില്ലേ ആ എഴുതിയേക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ കമ്മിറ്റിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ഞാൻ ഇവരെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അവരതിന് സ്വാഗതം ചെയ്തോട്ടെ. ഇങ്ങനെ നമുക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കുന്നവരും നമ്മുടെ കൂടെ വേണം എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവരും നമ്മുടെ കൂടെ തന്നെ വേണം, എന്നാലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ലിസ്റ്റിൻ എന്ന് പറഞ്ഞു. പക്ഷെ മീറ്റിംഗ് തീരുന്നതിന് മുമ്പായിട്ട് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞു, നാളെ എന്നാൽ ഷാജിയുടെ മീറ്റിംഗ് ഇവരെ കൂടെ കൊണ്ടുപോകാം, ഇവരും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു, ഞാനും അത് തന്നെയാണ് ചോദിച്ചത്, ഏത് ഷാജി, എന്ത് മീറ്റിംഗ്, എനിക്കറിയില്ല എന്ത് മീറ്റിംഗ് ആണെന്നുള്ളത്. അപ്പം പറഞ്ഞു ഷാജി എൻ കരുണിന്റെ മീറ്റിംഗ് ആണ്. അപ്പൊ എന്റെ വിചാരം എന്താ, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുമായിട്ട് കാര്യം അതാണല്ലോ അപ്പൊ ചർച്ച നടക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കാണ് വിളിക്കുന്നത് എന്ന് തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത് ശരി ഞാനും വരാം എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ പോകണം, സാൻഡ്ര പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി ഞാനും വരാം എന്ന് പറഞ്ഞു. അതായത് ഞാനും റാണി എന്ന് പറഞ്ഞു വേറൊരു പ്രൊഡ്യൂസറും പറഞ്ഞു അവരും വരാം എന്ന് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഏട്ടൻ പറയാം ഇനിയിപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ എഴുന്നള്ളിച്ചോണ്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സുരേഷ് ഏട്ടനോട് ചോദിച്ചു, സുരേഷ് ഏട്ടാ ഞങ്ങളെയൊക്കെ എഴുന്നള്ളിച്ചോണ്ട് പോകാം എന്ന് പറയാൻ നിങ്ങൾ ആരെങ്കിലും എഴുന്നള്ളിച്ചോണ്ട് വന്ന് സിനിമ ചെയ്തവരാണോ ഞങ്ങൾ? അല്ല, നിങ്ങൾ ചെയ്തതും സിനിമ, ഞങ്ങൾ ചെയ്തതും സിനിമ. പിന്നെ ഞങ്ങൾ ഇൻകോമ്പിറ്റന്റ് ആണെന്നാണോ സുരേഷ് ഏട്ടൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തെ അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ തന്നെ താക്കോലെല്ലാം വലിച്ചെറിഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി, ഇനി ഞാൻ ഇവിടെ ഒരു കാര്യവും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. ഇറങ്ങി പോകുമ്പോൾ അപ്പോൾ അവിടെ എല്ലാവരും കൂടെ പിൻ ഡ്രോപ്പ് സൈലൻസ്, ആരും മിണ്ടുന്നില്ല. ഓക്കെ, ഞാൻ ഒരു വലിയ സീനിയർ പ്രൊഡ്യൂസർക്ക് അഗെയിൻസ്റ്റ് ഞാൻ സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ സംസാരിച്ചത് അത് കേട്ട് ചിരിച്ച മറ്റ് സ്ത്രീകളും ഉണ്ട്. അതായത് നിങ്ങളെയൊക്കെ പോവാന്ന് പറയുമ്പോൾ അത് കേട്ട് ചിരിച്ച് ചിലപ്പോൾ ആ ചിരി മിക്കവാറും അത് ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്താൽ അത് ആ ചിരിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ അത് ഇൻസൾട്ട് ആവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങാം. മനസ്സിലായോ? അത് അതെനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവർ ചിരിച്ചു എന്നുള്ളത്. പക്ഷെ നമ്മളെ കാണുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഒരു വനിതാ നിർമ്മാതാവിനെ മറ്റു നിർമ്മാതാക്കൾ കാണുന്ന രീതിയാണിത്. വെറും ഒരു എന്താ പറയാ, വെറും പുച്ഛത്തോടു കൂടി മാത്രമാണ് നമ്മളിവിടെ സിനിമ ചെയ്യുന്നത്. നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കളാണ്, അല്ലാതെ വല്ലവരുടെയും പൈസ അപഹരിച്ചെടുത്ത് സിനിമ ചെയ്യുന്നവരൊന്നും അല്ല. അപ്പൊ നമ്മൾ ഇത്രയും 15 വർഷമായില്ലേ ഇൻഡസ്ട്രി നിൽക്കുന്നത്, ആ റെസ്പെക്ട് നമുക്ക് തരണ്ടേ? ഇവിടെ ഈ ഇരിക്കുന്ന അസോസിയേഷനിൽ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഇരിക്കുന്ന എത്ര പേര് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പടം ചെയ്തവരുണ്ട്? കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ പടം ചെയ്തവർ എത്ര പേരുണ്ട് അവിടെ? ഒരു ആൻഡോ ജോസഫും ഒരു ലിസ്റ്റിൻ സ്റ്റീഫനും കാണും, അതല്ലാതെ വേറെ ആരുണ്ട് അവിടെ അത് പറയാനായിട്ട്? ഇവരൊക്കെ ഏതോ കാലത്ത് പടം ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കച്ചവടം ചെയ്ത ഒരാളെ വ്യാപാരി വ്യവസായി ഭവന്റെ പ്രസിഡന്റ് ആക്കി ഇരുത്താൻ പറ്റുമോ? ലോജിക്കില്ല. അത് തന്നെയാണ് അവർക്ക് ഇവിടെ സിനിമയിൽ നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. അവർക്ക് എന്ത് ചെയ്താലും അവരെടുക്കുന്ന തീരുമാനങ്ങളും അങ്ങനെയായിരിക്കും. അപ്പോ
ഇതിൽ നിന്ന് നമുക്കൊരു പവർ ഗ്രൂപ്പ് നിലവിലുണ്ടെന്നും പവർ ഗ്രൂപ്പ് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ചേർത്ത് വായിക്കാവുന്നതൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, പല പ്രതികരണങ്ങളിലും സാന്ദ്ര തോമസ് പറയുന്ന ഒരു കാര്യം, പുറത്ത് പറയാത്ത ഒരുപാട് പരാതികൾ എന്നോട് നേരിട്ട് പല ആർട്ടിസ്റ്റുകളായാലും ശരി അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആയാലും ശരി സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പേരുകളൊന്നും വെളിപ്പെടുത്താതെ, ഐ മീൻ എന്താണ് ഇവർക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെന്നോ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഒന്ന് പറയാം, അതിന്റെ ഗ്രാവിറ്റി ഒന്ന് മനസ്സിലാക്കാൻ. ഒരു സെറ്റിലാണെങ്കിൽ ഇത് നമ്മളവിടെ പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനിൽ നമ്മളവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഒരു നിർമ്മാതാവ് തന്നെ ആ സെറ്റിലെ പല സ്ത്രീകളെയും കയറി പിടിച്ചു ബഹളം ഉണ്ടാക്കി. അതായി അതിലൊരു സ്ത്രീ വന്ന് IC കമ്മിറ്റിയിൽ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ IC കമ്മിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം IC കമ്മിറ്റിയിൽ ഇരിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പ്രൊഡ്യൂസറെ പോലെ ഒരു സീനിയർ പ്രൊഡ്യൂസർക്ക് അഗെയിൻസ്റ്റ് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, IC കമ്മിറ്റിയിൽ സിനിമാ താല്പര്യങ്ങൾ ഇല്ലാത്ത പുറത്തു നിന്നുള്ള ആൾക്കാർ വരണം. പുറത്തുനിന്ന് ഇപ്പം വനിതാ ശിശുക്ഷേമ സമിതി എന്നുള്ള ഒരാളോ ആരെങ്കിലും ഒരാള് പുറത്തു നിന്നുണ്ടെങ്കിൽ അവർക്ക് സിനിമാ താല്പര്യങ്ങൾ ഉണ്ടാവരുത്. ഇപ്പൊ ഈ സിനിമാ താല്പര്യങ്ങളുള്ള ഈ താല്പര്യങ്ങളുള്ള ആൾക്കാർ ഈ കമ്മിറ്റിക്കകത്ത് ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഒരു സ്ത്രീ വന്നൊരു പരാതി പറയുമ്പോൾ ആ അബ്യൂസറെ ആദ്യം തന്നെ വിളിച്ചു, ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് ആദ്യം പറയും, മനസ്സിലായോ? അത് സേഫ് ആക്കും. അതാണ് കാര്യം. എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പാണ് വലുത്. സ്ത്രീ എന്നുള്ളതിലും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്നത് എല്ലാത്തിനും അപ്പുറത്ത് അവനവന്റെ നിലനിൽപ്പ് എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാ താല്പര്യങ്ങൾ ഇല്ലാത്ത ഒരാൾ വേണം IC കമ്മിറ്റിയിൽ വരാനായിട്ട്, ഒരാളെങ്കിലും ഉണ്ടാവണം. അത് ഇങ്ങനത്തെ ഇൻസിഡൻസ് IC കമ്മിറ്റിയിൽ വന്നിട്ട് പോലും നീതി കിട്ടാത്ത ഇൻസിഡൻസ് ഉണ്ട്, നമുക്കറിയാവുന്ന ഇൻസിഡൻസ്. അപ്പോൾ പിന്നെ അത് കൂടാതെ പല സ്ത്രീകൾക്കും പല മോശ അനുഭവങ്ങളും ഉണ്ടായിരുന്നു. ക്യാമറ ഈ സൈഡിൽ സജഷൻ ക്യാമറ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ കൂടെ കയറി പിടിക്കുന്നതൊക്കെ ഉണ്ട്. പല കാര്യങ്ങളുണ്ട്, അനങ്ങാൻ പറ്റില്ല, ബിക്കോസ് ക്യാമറ ഓൺ ആണ്. റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാൻ പറ്റും? ഒരു സ്ത്രീ എന്താ ചെയ്യുക? ആ സമയത്ത് അവർ ഷോക്ക് ആവുന്നതിനപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഫ്രീസായി പോവും. പല സ്ത്രീകളും ഫ്രീസായി പോവും. ഇപ്പം എൻ്റെ സാഹചര്യത്തിലും എനിക്ക് ഈ ട്രോമയെ കൂടെ കടന്നു പോയപ്പോൾ എനിക്കത് മനസ്സിലായി. നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരിൽ നിന്ന് നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ നമുക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാൻ പറ്റാണ്ടായി പോകും. ആദ്യം ഇപ്പൊ നമുക്കൊരു ബസ്സിലാണ് ഒരു ദുരനുഭവം ഉണ്ടാവുന്നതെന്ന് വെച്ചു, അല്ലെ ഒരു ട്രെയിനിലാണ്, നമുക്ക് അറിയാത്ത ആളെ തിരിഞ്ഞിരുന്ന് ഒറ്റയടി കൊടുക്കാം, അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ പറയാം അവരുടെ അടുത്ത്. ഇങ്ങനെ നമുക്ക് പ്രതികരിക്കാം. പക്ഷെ അറിയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായാൽ അവിടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമ്മൾ അറിയാൻ പറ്റാതെ ഫ്രീസായി പോകും. ഞാൻ ഈ പറയുന്ന സ്ത്രീകൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നതെന്നുള്ള കാര്യം. ആ അവസ്ഥയിലൂടെയാണ് പല സ്ത്രീകളും സിനിമയിലുള്ള പല സ്ത്രീകളും കടന്നു പോവുക. ഞാൻ ഒരിക്കലും ആ ഇൻസിഡന്റ് റീകോൾ ചെയ്യാൻ ഞാൻ ഒരാളെയും അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. എന്നാൽ പോലും ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടല്ലോ. ഈ സന്ദീപ് സേനൻ ഈ ചുരിദാറിനെ പറ്റിയുള്ള കമന്റ് പറയുന്നതിനേക്കാൾ മുമ്പാണല്ലോ ഈ ഇൻസിഡന്റ് നടക്കുന്നത്. ശരിക്കും എന്താ സംഭവിച്ചത്? അതിപ്പോൾ പോലീസിന്റെ ഇതിലിരിക്കുന്ന ഒരു SITയുടെ അന്വേഷണ പരിധിയിലിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ അയച്ച വിശദീകരണ കത്തുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഗ്രൂപ്പിനകത്ത് അത് ഇട്ടായിരുന്നു. അതിന്റെ കാരണം ഇവര് ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള മറ്റ് മെമ്പേഴ്സിനെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കത്തയച്ചു. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, ഞാൻ പറയുന്നത് കള്ളത്തരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തയച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ വിശദീകരണ കത്ത് ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തത്. അതിപ്പോ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവരെന്നോട് രണ്ടാമതും വിശദീകരണ കത്ത് ചോദിച്ചപ്പോൾ അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് സംഭവിച്ചത്. അതിന് എല്ലാത്തിനും എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. പിന്നെ ഈ എൻ്റെ CDR ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തെളിവുകളാണല്ലോ. പിന്നെ ഇവരിപ്പോ ഇപ്പൊ ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത്, അവരെന്തോ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, ഇതിനകത്ത് എന്തോ ഗൂഢാലോചന. ആരായിട്ട് ഗൂഢാലോചന നടത്താൻ? എനിക്കൊരു ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടത്തേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആർക്കെതിരെയും ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തങ്ങ് അയച്ചാൽ മതിയോ? ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമ ഷൈനികം സൈൻ ചെയ്യുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ്. അദ്ദേഹത്തെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്നു, അദ്ദേഹവുമായി ചുറ്റപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് സാന്ദ്ര തോമസിന് വേണ്ടിയിട്ടുള്ള ആക്രമണങ്ങൾ പകുതിയിലധികവും വരുന്നത്. ആ സിനിമ സൈൻ ചെയ്തത് ഒരു തെറ്റായ തീരുമാനമായെന്നോ അല്ലെങ്കിൽ ആ പ്രത്യേകം നടനുമായി ആ സിനിമ ഉണ്ടാക്കിയത് ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ സാന്ദ്ര തോമസ് കരുതുന്നുണ്ടോ?
തെറ്റായ തീരുമാനമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷെ അതൃപ്തി ഉണ്ടാക്കി എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ ആ സിനിമ സൈൻ ചെയ്തു, സൈനികമാണെന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അസോസിയേഷനിലുള്ള ഒരുമാതിരി മിക്കവരും എന്നെ വിളിച്ചു, മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താലോചിച്ചിട്ടാണ്, ഇനി ഞങ്ങളുടെ അടുത്തോട്ടൊരു കാര്യത്തിനും വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, വരുന്നില്ല. അതായത് ഈ പറഞ്ഞ പോലെ ഒരു അപ്രഖ്യാപിത വിലക്ക് ഷെയ്ൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു പ്രഖ്യാപിത വിലക്ക് ഒരു സമയത്തുണ്ടായിരുന്നു. അസോസിയേഷൻ എല്ലാരെയും കൂടെ മുന്നിൽ നിർത്തി കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞൊരു സമയം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അപ്രഖ്യാപിത വിലക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനിത് അനൗൺസ് ചെയ്യുന്നത്. പക്ഷെ അവര് ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു സ്ഥലത്തും ഹോർഡിങ് കാര്യങ്ങളൊന്നും മര്യാദയ്ക്കില്ല. തിയേറ്റേഴ്സിലെല്ലാം അടിച്ചു കൊടുത്ത ഹോർഡിങ്ങുകളൊന്നും ഒട്ടിക്കാൻ സമ്മതിക്കുന്നില്ല. പല ഫാൻസ് അസോസിയേഷൻ ഒക്കെയുള്ള ആളുകൾ അത് ഒട്ടിക്കാൻ സമ്മതിക്കുന്നില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ ഈ തിയേറ്ററുകളിലെല്ലാം 20-10 ഫ്ലെക്സ് അടിക്കും, ഇതൊന്നും ഇടാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ പടം കളിക്കുന്നുണ്ടെന്ന് പോലും അറിയുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഓടി നടന്ന് പടം ഇറങ്ങി എന്ന് പറഞ്ഞ് ഓടി നടക്കുകയും ലൈവ് വരികയും അത് ചെയ്യും ഇത് ചെയ്യും, ഞങ്ങൾ ഈ കിടന്ന് ഡെസ്പറേറ്റ് ആയിട്ടുള്ളത് ഇത് കാണിക്കുകയും ചെയ്യുന്നതല്ലാതെ നമ്മൾ ചെയ്ത അല്ലാത്ത മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒന്നും എങ്ങും എവിടെ എത്തുന്നില്ല. അപ്പം ഞാൻ ഇവരെയൊക്കെ വിളിച്ചു, ഞാൻ എല്ലാവരും വിളിച്ചു, എന്നെ സഹായിക്കും. ഞാൻ ലിറ്ററലി എല്ലാവരെയും കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. എന്നെ സഹായിക്കണം, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ചെയ്തേക്കുന്നതാണ്, എനിക്ക് ഇത്രയും രൂപ 7 കോടി രൂപ ചിലവാക്കിയ ഒരു സിനിമയാണ്, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ സുരേഷ് ഏട്ടനെ വരെ വിളിച്ചപ്പോൾ എന്നെ സഹായിച്ചു എന്ന് പറയുന്നത് സുരേഷ് ഏട്ടൻ മാത്രമാണ്. സത്യത്തിൽ സുരേഷ് ഏട്ടൻ എനിക്ക് എന്നോട് എന്താണെന്ന് അന്വേഷിച്ചിട്ട് PVR വിളിച്ചു പറഞ്ഞു, 1-2 തിയേറ്റേഴ്സിലെല്ലാം വിളിച്ചു പറഞ്ഞു പുള്ളി. അതല്ലാതെ ഇവരാരും എന്നെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ രാത്രി ഇവര് എന്നെ സെക്കൻഡ് വീക്കിൽ പടം തിയേറ്ററിൽ നിന്ന് മാറ്റി. പ്രത്യേകിച്ച് ഒരു തിയേറ്ററിലും സിനിമയില്ല, എല്ലായിടത്തും നല്ല റിവ്യൂസ് വന്നേക്കുന്നു, നല്ല റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു തിയേറ്ററിലും പടമില്ല. പിന്നെ ഉള്ളതൊക്കെയാണെങ്കിൽ 9 മണി 10 മണി ഷോ. ഈ രാവിലെ 9 മണി 10 മണിക്ക് ഷോ വെച്ചിട്ട് ആര് വന്ന് കാണാനാ? അതും ഫാമിലി സിനിമ. അപ്പം ഞാൻ ഇവരൊക്കെ വിളിച്ചു, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ അന്ന് അസോസിയേഷനിൽ ചെന്നപ്പോൾ സെക്രട്ടറി B രാഗേഷ്, അനിൽ തോമസുമാണ് അവിടെ ഉള്ളത്. അപ്പം അയാൾ എന്നെ കണ്ടപ്പോൾ തന്നെ എന്നെ നോക്കി ഒരു കമൻ്റ് അടിച്ചു. ഒരു ഇച്ചിരി സെക്ഷൽ ചൊവ്വയോട് കൂടിയുള്ള ഒരു കമൻ്റ് ആയിരുന്നു. അപ്പം തന്നെ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് തകർന്നടിഞ്ഞ് വരുന്നൊരു ഞാനാണ്, അതിൻ്റെ കൂടെ ഇങ്ങനൊരു കമൻ്റാണ് പുള്ളി എന്നെ നോക്കി പറയുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ആൻഡോ ജോസഫ് വിളിച്ച സമയത്ത് ഞാൻ ഹസ്ബൻഡുമായിട്ട് പോകാനായിട്ടുള്ള കാരണം അതുകൊണ്ടാണ്. ആൻഡോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ, ഇവർ രണ്ടുപേരും ഈ പ്രശ്നത്തിനെടുത്തിട്ടുള്ള നിലപാട് എന്താണ് ഈ നാളിതുവരെ? അവരുടെ നിലപാടല്ലേ ഇപ്പം ഈ പുറത്ത് വന്നേക്കുന്നത്, ഇപ്പം പുറത്താക്കുക എന്ന് നിലപാട്. പക്ഷേ ലിസ്റ്റിൻ എന്നെ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. ലിസ്റ്റിൻ സമ്മതിക്കുന്നുണ്ട്, സാൻഡ്ര പറഞ്ഞതെല്ലാം ശരിയാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു, എല്ലാം ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ലിസ്റ്റിൻ എന്നോട് ചോദിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു ലിസ്റ്റിൻ എന്തിനാണ് ഈ അസോസിയേഷനിലേക്ക് കയറിയത്? അന്ന് ലിസ്റ്റിൻ എന്നെ പോലെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാളാണ്, ഇപ്പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാളാണ്. എന്നിട്ട് തിരുത്താൻ വേണ്ടി അകത്ത് കയറിയതാണ്. പക്ഷേ ലിസ്റ്റിൻ അതിന്റെ ഭാഗമായി മാറി ഇപ്പോൾ. അതാണ് ഉണ്ടായത്. അപ്പോൾ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സാൻഡ്ര പറയുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ശരിയായിരിക്കാം, ലിസ്റ്റിൻ പറയുന്നതും ശരിയായിരിക്കാം. ഈ ആൻഡോ ജോസഫിന്റെ പേര് പോലും ആ പരാതിയിൽ ആൻഡോ തോമസ് എന്നുള്ള രീതിയിൽ ഒരു ക്ലറിക്കൽ എറർ ആയിട്ടാണ് ഇപ്പൊ FIR പോലും കിടക്കുന്നത്. എന്താണ് ആ എററിന് പോലുമുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല. അത്രയും ഒരു പരാതിയിൽ അങ്ങനെ ഒരു എറർ വരാൻ പാടില്ലല്ലോ. ആൻഡോ ജോസഫുമായി ഒരു സംസാരത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നയമുണ്ടാക്കാൻ വേണ്ടി വിളിച്ചതിന് ശേഷം അദ്ദേഹവുമായിട്ടൊരു കോൺവെർസേഷന് സാധ്യത ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായി. ഇത് പുള്ളി എന്നെ വിളിക്കുന്നു, ഈ അസോസിയേഷന് ഈ മോശം അനുഭവം ഉണ്ടാകുന്നു, ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചു, അനിൽ തോമസിനെയും ലിസ്റ്റിൻ സ്റ്റീഫനെയും ഒക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. മോശമായിപ്പോയി. കാര്യം ലിസ്റ്റിനും അനിലേട്ടനൊക്കെ എനിക്ക് വളരെ അടുത്ത ആൾക്കാരാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മോശം അനുഭവം, എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, മിണ്ടാതിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാൻഡ്രോട് ആരാ ഇത് പറഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിയണ്ട, ആരാ പറഞ്ഞെന്നുള്ളത് അറിയണ്ട, ഇത് നടന്നതല്ലേ, പിന്നെ ഇത് ആര് പറഞ്ഞു എന്നുള്ളത് അപ്രസക്തമല്ലേ. പിന്നെ ഇപ്പോൾ അവർക്ക് ഇത് സാൻഡ്രോട് പറഞ്ഞവനെ പറഞ്ഞാൽ മതി, എന്തിനാ ഇതിപ്പോൾ സാൻഡ്രോട് ഒന്ന് പറഞ്ഞത്? ഇതാണ് അവർക്ക് അറിയേണ്ടത്. അവരുടെ പ്രശ്നം ഇതാണ്, എന്തിനാണ് ഇത് എന്നോട് പറഞ്ഞത്, അല്ല എന്നോട് എന്തിനാ പറഞ്ഞത് എന്നുള്ളതാണ്. അതിനുശേഷം അന്ന് വൈകിട്ട് രാകേഷ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു.
സെക്രട്ടറി എന്നെ ഇങ്ങോട്ട് വിളിച്ചു, മോളെ എന്നൊക്കെ വിളിച്ചിട്ട്. അപ്പം അത് എന്നെ ഇന്നേ വരെ മോളെ എന്ന് വിളിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. എന്നെ മോളെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ചിട്ട് ഒരു വിളിച്ചു. അപ്പോൾ ഇതറിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അനിൽ തോമസ് എന്നോട് പറഞ്ഞു പുള്ളിയാ പറഞ്ഞതെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ആൻഡോ ജോസഫ് എന്നെ വിളിക്കുന്നത്. ആൻഡോ ജോസഫ് എന്നെ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞു, സാൻഡ്ര ഞാൻ അറിഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഭയങ്കര മോശമായിപ്പോയി ആൻഡോ ചേട്ടാ, എൻ്റെ അടുത്ത് നിങ്ങളിത് കാണിച്ചത്. അപ്പോൾ പറഞ്ഞു അല്ല എന്ത് ചെയ്യും, സാൻഡ്രയോട് ആരാ പറഞ്ഞത് ഇത്? ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആരെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് ആര് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ എന്തിനാ അറിയുന്നത്? നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ഞാൻ പുള്ളിയോട് ഞാൻ ചോദിച്ചു. കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു, അതൊക്കെ ഞാൻ പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്, അപ്പൊ അതിന് വരണം, അപ്പൊ ഇതെല്ലാം പറയണം. ഞങ്ങള് കമ്മിറ്റിയിൽ കുറച്ച് സ്ത്രീകൾ വരണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് കമ്മിറ്റിയിൽ കുറച്ച് സ്ത്രീകൾ വരട്ടെ, കുറച്ച് സ്ത്രീകൾ വന്നാലല്ലേ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് പടം ചെയ്യുന്നവർ വളരെ കുറവല്ലേ, കുറച്ച് സ്ത്രീകളല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അത് നോക്കണ്ട, നിങ്ങൾ അതെന്തിനാ നോക്കുന്നത്? നിങ്ങൾ സ്ത്രീകൾ വന്നാൽ മതി, കുറച്ച് നിങ്ങളുടെ ഭാര്യമാരാണെങ്കിലും മതി, നിങ്ങൾ അവരുടെയൊക്കെ പേരിൽ പടം ചെയ്തിട്ടുണ്ടല്ലോ, അവരിരുന്നോട്ടെ, നിങ്ങളുടെ ഭാര്യമാര് വന്നിരുന്നാൽ മതി. ഇപ്പം ഇത് പറയുമ്പോ അവരുടെ വിചാരം എനിക്കെന്തോ കമ്മിറ്റി കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എന്നെ കേട്ടണ്ട, എന്നെ കേട്ടണ്ട, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ടിരുത്ത്. ഒരു സ്ത്രീ അവിടെ വന്നിരിക്കും, അവർക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത്, അവരെ കൊണ്ടുവന്നിരുത്താൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു, സാൻഡ്ര പറയുന്നത് 2 പേരല്ലേ, ഞാൻ 4 പേരെ പറയുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ 4 പേര് മിനിമം 4 പേരെങ്കിലും അവിടെ വേണമെന്നുള്ളത് പറയുന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വെച്ചത്. ഈ ഇപ്പം പ്രധാനമായിട്ടും ഷൈനികത്തിനോടുള്ള ഹെയ്റ്റ്, അത് സാന്ദ്രയുടെ സിനിമകളെയും സിനിമാ പ്രവർത്തനത്തെയും ബാധിപ്പിക്കാനുള്ള ഒരു ശ്രമം. 2, ഹേമ കമ്മിറ്റി അഡ്രസ് ചെയ്തില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലുള്ള പ്രതികാരം, അധിക്ഷേപിച്ചാലും കുഴപ്പമില്ല, സ്ത്രീ പ്രൊഡ്യൂസേഴ്സ് അല്ലേ, സ്ത്രീകളല്ലേ എന്നുള്ള രണ്ടാം തര ആറ്റിറ്റ്യൂഡ്. ഇത് 3ന്റെയും ഒരു ആകത്തൊക്കെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ പുറത്താക്കൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതിനെ എങ്ങനെ മറികടക്കാനാണ് ഉദ്ദേശം? എങ്ങനെയാണ് ഈ അടുത്ത സിനിമാ യാത്രകൾ മുന്നോട്ട് കൊണ്ടുപോവുക? സിനിമ ചെയ്യാനായിട്ട് എന്തിനാ അസോസിയേഷൻ? ഒരു അസോസിയേഷന്റെ ആവശ്യമില്ല ഇവിടെ സിനിമ ചെയ്യാനായിട്ട്. പിന്നെ ഈ പറയുന്ന അപ്രഖ്യാപിത വിലക്കുകളൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു വിലക്കിനെയും ഭയപ്പെടുന്നില്ല. കാര്യം എനിക്ക് മുന്നേ ഇവിടെ അത് തെളിയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. വിനയൻ സാറിനെ പോലുള്ള ആൾക്കാർ അത് തെളിയിച്ചിട്ടുണ്ട്, ഈ ഒരു വിലക്കിനെയും ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. പിന്നെ വിലക്കാനുള്ള ഒരു വിലക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതെല്ലാം കാണുന്ന ജനങ്ങളുണ്ടല്ലോ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കാണുന്ന ജനങ്ങളുണ്ടല്ലോ, അവർക്കറിയാലോ എന്താ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത്. ഞാൻ അതിനെയൊന്നും ഭയക്കുന്നത്, ഞാൻ ഈ അസോസിയേഷൻ ഉണ്ടായിട്ടല്ലല്ലോ ഞാൻ ഇവിടെ വന്ന് സിനിമ ചെയ്തത്. ഞാൻ ഇത്രയും സിനിമ ചെയ്തത് അസോസിയേഷൻ, ഞാൻ ഇപ്പോഴല്ലേ അസോസിയേഷനിൽ വീണ്ടും കയറിയത്. ഞാൻ 2012 മുതൽ 2016 വരെ അസോസിയേഷനിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ വീണ്ടും രണ്ടാമത് 2 പടം ചെയ്തതിന് ശേഷമാണ് ഞാൻ അസോസിയേഷനിൽ കയറിയത്. അതുകൊണ്ട് അസോസിയേഷൻ വേണമെന്നില്ല സിനിമ ചെയ്യാനായിട്ട്, തിരിച്ചു കയറുക തന്നെ ചെയ്യും അസോസിയേഷനിലേക്ക്. അസോസിയേഷന്റെ ബൈലോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു അച്ചടക്ക ലംഘനവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെന്നെ പുറത്താക്കിയേക്കുന്നത്? എനിക്കൊരു ദുരനുഭവം ഉണ്ടായത് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തേനോ? അപ്പോൾ എന്തിനാണ് അവർ ശ്രമിക്കുന്നത്? അപ്പോൾ അവർ ശ്രമിക്കുന്നത് മറ്റു സ്ത്രീകളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. മറ്റു സ്ത്രീകൾക്കുള്ളൊരു വാർണിംഗ് ആണ് ഞാൻ. ഇനി കേസുമായിട്ട് മുന്നോട്ട് വരരുത്, ഒരു പ്രൊഡ്യൂസറായ സാൻഡ്രയ്ക്ക് ഇതാണ് അനുഭവം, അതുകൊണ്ട് നിങ്ങൾ ആരും മുന്നോട്ട് വരരുത് എന്നുള്ളൊരു മെസ്സേജാണ് അവർ കൊടുക്കുന്നത്. അതും കുറച്ച് വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എംപ്ലോയേഴ്സിന് പോയി പരാതിപ്പെടാനൊരു സെല്ലുണ്ട്, എന്നാൽ എംപ്ലോയർക്ക്, അതായത് ഇവരെ എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഒരാൾക്ക് പരാതിപ്പെടാൻ ഇവിടെ ഒരു സംവിധാനങ്ങളും ഇല്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളത്. നിങ്ങൾ ഈ ആണുങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് കംപ്ലൈന്റ് ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്, പുരുഷന്മാർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ സ്ഥലങ്ങളില്ല. അപ്പൊ അതും ആ ഒരു സാഹചര്യം നിലനിൽക്കലല്ലേ ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കുള്ള പരാതി കൊടുക്കാനൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അതെ അതെ. ഇപ്പൊ SIT ടീമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഏത് തരത്തിലാണ്? അവർ കാര്യക്ഷമമായിട്ട് ഈ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്. കാര്യം അവർ എല്ലാവരുടെയും മൊഴി എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രതികളെ എല്ലാം 1 by 1 ആയിട്ട് വിളിക്കാൻ തുടങ്ങാൻ പോവാണ് എന്ന് തോന്നുന്നു. അവർ എല്ലാ വിധ ഡിജിറ്റൽ തെളിവുകളും എല്ലാ തെളിവുകളും എടുത്തിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി ആദ്യം ഉണ്ടാക്കിയ സ്റ്റിറിന് ശേഷം അത് വല്ലാതെ ഹേമ കമ്മിറ്റിയുടെ ഇമ്പാക്ട് വളരെ കുറഞ്ഞു വരുന്ന, അതിന്റെ വീര്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഈ ഹേമ കമ്മിറ്റി അന്ന് അഡ്രസ് ഇപ്പൊ കുറച്ച് നടന്മാരുടെ പിന്നാലെ പോയി എന്നതിന്റെ അപ്പുറത്തേക്ക് അന്നും അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സമഗ്രമായി പഠിക്കുകയും അതിനെ അഡ്രസ് ചെയ്യേണ്ട ഏരിയകളിൽ എത്തിക്കാൻ ഈ സംഘടനകൾക്ക് ഉൾപ്പെടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതിരുന്നു എന്നുള്ളതല്ല ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എല്ലാവരും നടന്മാർക്ക് പുറകെയാണ് ഓടിയത്. മനസ്സിലായോ? കാര്യം എല്ലാവർക്കും ഒരു
TRP റേറ്റിംഗ് കൂടുന്നതും ഒക്കെ നടന്മാരെ കാണുമ്പോഴാണ്. പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യവും അവരുടെ ഇഷ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ മാറി നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അത് ഇനിയും സിവിയർ ആയിട്ടുള്ള പല കേസുകളും ഉണ്ട്, അതൊന്നും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പം ഈ പറയുന്നത് ഇപ്പൊ നിർമ്മാതാക്കളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ പ്രിവിലേജ് എന്താന്ന് വെച്ചാൽ, അവർക്ക് ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളുമായിട്ടും നല്ല ബന്ധങ്ങളുണ്ട്. അവരെ ഈ മാധ്യമങ്ങൾക്കെല്ലാം ആവശ്യവുമുണ്ട്. ഇപ്പൊ എന്റെ തന്നെ കേസ് വന്നപ്പോ കണ്ട സാന്ദ്ര തോമസ് പുറത്ത് ഹൈലൈറ്റ് വരുന്ന ഇതൊക്കെയാണ്. സാന്ദ്ര തോമസ് പുറത്ത് അച്ചടക്ക ലംഘനം നടത്തി. സാന്ദ്ര തോമസ് പുറത്ത് എന്ത് അച്ചടക്ക ലംഘനമാണ് ഞാൻ നടത്തിയത്? എന്താണ് ഞാൻ നടത്തിയത്? അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചേക്കുന്നു. ഇതൊക്കെയാണ് മീഡിയ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്റെ പ്രശ്നം എവിടെ? ഞാൻ അവിടെ ഒരു ഗുരുതരമായ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ടും ഇപ്പോഴും ശ്രീ ആന്റോ ജോസഫിനെ പോലെയുള്ള ഒരു കോൺഗ്രസിന്റെ ഇതിന്റെ ചെയർമാനായിട്ടിരിക്കുകയാണ്. അതും സാംസ്കാരിക സമിതിയുടെ ചെയർമാനായിട്ടിരിക്കുകയാണ്. അപ്പൊ അവർ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ഇവരാണ് കിങ് മേക്കേഴ്സ്, ഇവരാണ് റൂൾ. അവരൊക്കെ രാജാക്കന്മാരും നമ്മളൊക്കെ അടിയാളന്മാരും. പവർ ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ പവർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ പറയുന്ന രാജാക്കന്മാർക്ക് എഗെയിൻസ്റ്റ് നിന്നാണ് ഒരു 10-20 രാജാക്കന്മാരാണ് നിൽക്കുന്നത്. അവർക്ക് എഗെയിൻസ്റ്റ് നിന്നാണ് ഞാൻ ഒരാള് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് എത്രത്തോളം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവരെല്ലാം രാഷ്ട്രീയപരമായിട്ടും പണം എല്ലാം പ്രബലരാണ്. അപ്പൊ എനിക്ക് എൻ്റെ ജീവന് പോലും ആവത്താണ്. ഞാൻ ലാസ്റ്റ് അവിടെ നിന്ന് പോരാൻ നേരത്ത് ഞാൻ അന്ന് സ്ത്രീകളുടെ എല്ലാവരുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവരെ നിഷിദ്ധമായിട്ട് ഞാൻ ഇവരെ പല കാര്യങ്ങളും ഞാൻ അവരോട് വിമർശിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ വല്ല വണ്ടി ഇടിച്ച് ചാവുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പൊ അവരത് ചിരിച്ച് തള്ളി. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവന് പോലും ആപത്താണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. കാര്യം അത്രയും പ്രബലന്മാർക്ക് അഗേൻസ്റ്റ് ആണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത്.